മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ്. നല്ല മൂഡിലാണല്ലോ. വിഷലിപ്തം ആയിന്ന് വരാത്ത കടിച്ചാ പൊട്ടാത്ത സാധനമൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ വിഷം ഒട്ടും ഇല്ലാത്ത സയനൈഡിന്റെ വായിന്ന് എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആരത്? ബി.ജെ.പിയെ ഗ്രസിച്ചിരിക്കുന്ന RSSനെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. ബി.ജെ.പിയെയും RSSനെയും ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് അണ്ണൻ ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അവരുടെ പാർട്ടിയിൽപ്പെട്ട കാര്യങ്ങൾ അവർ മര്യാദയ്ക്ക് നീക്കുപോക്കാക്കുന്നില്ലേ? അണ്ണന്റെ വരവിന്റെ ഉദ്ദേശം പാണ് തിരക്ക് പിടിച്ച അദ്ദേഹത്തെ കുറിച്ച് ഒരു കഥപ്രകടനം നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അത് ശരിയാ കേട്ടോ. CPM-ന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ അച്ചടക്ക ലംഘനമോ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവണതയോ കാണിച്ചാൽ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതല്ലാതെ ആ മന്ത്രിയാണെങ്കിൽ ഉടനടി മന്ത്രിയെ രാജിവെപ്പിക്കുക. ആ സ്ഥാനം തുടരാൻ അവർ സമ്മതിക്കാറില്ല. അല്ലാതെ വാണിംഗ് കൊടുക്കുകയോ അല്ലാതെ വേറെ എന്തെങ്കിലും വകുപ്പിൽ മാറ്റി സ്ഥാപിക്കുകയോ കുറച്ചുനാൾ ഒളിവിൽ കഴിയാൻ അതായത് സുഖചികിത്സയ്ക്കോ മറ്റോ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള പിന്നാമ്പുറ സഹായങ്ങൾ നൽകുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കണ്ടു പഠിക്കും. ഇനിയെങ്കിലും ഒന്ന് നിർത്തണം. ഇന്നലെ വിജയ് ഷാ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി.ജെ.പി. നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് അടുത്ത പോയിന്റ്. എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാലുണ്ടല്ലോ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം. ബി.ജെ.പിക്കാരൊക്കെ അത് ഇനിയെങ്കിലും ഒന്ന് നിർത്തലാക്കണം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ PP ദിവ്യ ഒരു വലിയ തോന്നിയാസം കാണിച്ചു. ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? അവരെ ഒറ്റപ്പെടുത്തുക ചെയ്തത്. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ബി.ജെ.പി. എന്നുള്ള ഒരു പാർട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷത്തിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടിയിട്ട്. വിഷം എന്ന് പറഞ്ഞാ പോരാ, ഇമാതിരി വിഷം എവിടെ ഇരിക്കുന്നു? വിഷം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. വർഗീയത പറയത്തില്ല, പ്രീണനം തീരെയില്ല, മുതലെടുപ്പെന്ന് പറയുന്ന സംഗതി അവർക്ക് അറിയുക പോലും ഇല്ല. ഈ നിലനിൽക്കുന്നതും ഈ കണ്ട വോട്ടെല്ലാം പിടിക്കുന്നതും ഭരണ മികവിന്റെ ഇവിടെ ചെയ്തു മറിച്ച പല കാര്യങ്ങളുടെയും പുറത്താ. അല്ലാതെ നിങ്ങളുണ്ടല്ലോ എന്തൊരു തള്ളാണ് ചേട്ടാ. വിജയ് ഷായുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം നേതാവായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ UAPA ചുമത്തി അദ്ദേഹത്തെ ജയിലിലില്ലായിരുന്നോ? ഇങ്ങനെയാണ് നമ്മൾ വിഷം ചീറ്റാതിരിക്കേണ്ടത്. അല്ലാതെ ഈ BJP-കാരൊക്കെ ചെയ്യുന്നത് പോലെ കണ്ടുപഠിക്ക്. വിഷം ഇല്ലാതെ വിഷം ചീറ്റാതെ എങ്ങനെ ഒരു നേതാവിന് സംസാരിക്കാം എന്നുള്ളതിന് മാതൃകയാണ് അണ്ണൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ാണ് ഒരു കേസ് പോലും എടുക്കുന്നില്ല. അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇവർ അനുവദിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, പൊട്ടി ഇങ്ങനെ തരിപ്പണം ആകാതെ പ്രിട്ടാസണ്ണ ഇവിടെ പിണറായി രാജാവ് എത്ര പേർക്കെതിരെ കേസെടുത്തു, എന്തൊക്കെയാണ് ഇവിടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടെ എന്താണ് ഇപ്പൊ അരങ്ങേറുന്നതെന്നൊക്കെ നമുക്കറിയാം. അവരാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കാര് വേണ്ടത് ചെയ്തോളും. മതി, കരച്ചിൽ നിർത്തിയിട്ട് അണ്ണൻ കണ്ണുനീര് തുടച്ചിട്ട് വീട്ടിൽ പോയി ചായ കുടിച്ച്. എന്നാ പിന്നെ ഞാനങ്ങട്